നമസ്കാരം. ഒരു 10,000 രൂപ മാറ്റി വയ്ക്കാൻ പറ്റണമെങ്കിൽ എനിക്കെങ്ങനെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റും? ഇതുവരെയും 10 പൈസ ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ അടുത്ത് എൻ്റെ ടീം മെമ്പേഴ്സ് ഒരു വർക്ക്ഷോപ്പ് പാലക്കാട് നടത്തിയപ്പോൾ അവിടെ നിന്നും ആളുകൾ സീരിയസ് ആയിട്ട് ചോദിച്ച കാര്യമാണ്. എൻ്റെ അടുത്ത് 10,000 രൂപ എനിക്ക് കഷ്ടപ്പെട്ട് മാറ്റി വയ്ക്കാൻ പറ്റും. എൻ്റെ അടുത്ത് 10 പൈസ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. എനിക്കെങ്ങനെ എൻ്റെ സേവിങ്സോ ഇൻവെസ്റ്റ്മെൻറ്റോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ അത് ഒന്നും മാറ്റി വയ്ക്കാത്തതിൻ്റെ പേരിൽ ആ പൈസ ചിലവായി തീരുകയാണ്. അപ്പോൾ അതിനെന്താണ് ഒരു പ്രതിവിധി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 10,000 രൂപ മാറ്റി വയ്ക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതിൽ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി മനസ്സിലാക്കണമെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, എത്ര രൂപ നിങ്ങൾക്ക് മാസത്തെ ചിലവ് വരുന്നുണ്ട്. മാസത്തെ ചിലവാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പം ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയാണ് ശമ്പളം, ഒരു 40,000 രൂപ ചിലവുണ്ട്. ഇനി അതല്ല 20,000 രൂപയാണ് ശമ്പളം, 10,000 രൂപ ചിലവ്, 10,000 രൂപ മാറ്റി വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എത്രയാണോ ചിലവ് അതിൻ്റെ 6 മാസത്തേക്കുള്ള പൈസ മാറ്റി വയ്ക്കുക. അതൊരു എമർജൻസി ഫണ്ടായിട്ട്. കാരണം ഇൻ കേസ് ജോലിയിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്ന് അല്ലെങ്കിൽ ലീവ് എടുക്കേണ്ട വന്ന് ജോബ് ലോസ് വന്ന് അങ്ങനെയാണെങ്കിലും നമുക്ക് 6 മാസം സർവൈവ് ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്ത് എപ്പോഴും ലിക്വിഡായിട്ട് ഉണ്ടായിരിക്കണം. അതിന് മ്യൂച്വൽ ഫണ്ട്, ഡെറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഫണ്ടുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 10,000 രൂപയുടെ മാസം ചിലവെന്നുണ്ടെങ്കിൽ 6 മാസം 60,000 രൂപ നമുക്ക് ഒരു സമ്പാദിക്കണം. ആദ്യം അതാണ് നമ്മുടെ ടാർഗറ്റ്. അതിന് വേണ്ടിയിട്ട് 10,000 രൂപ മാസം ഒരു ഡെറ്റ് ഫണ്ടിൽ SIP ആയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അത് 6 മാസം ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ 60,000 എന്നുള്ള ഡെറ്റ് ഫണ്ടിലൂടെ എമർജൻസി ഫണ്ട് എന്നുള്ള ടാർഗറ്റ് ഇത് മീറ്റായി കഴിയുമ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടിയും അഗ്രസീവായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസും എടുത്തു വയ്ക്കണമെങ്കിൽ നല്ലതാണ്. കാരണം വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ എത്രയാണോ നിങ്ങളുടെ പൈസ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവും. എന്നാലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കണം. ഇത് ഹെൽത്ത് ഇൻഷുറൻസും ഈ പറഞ്ഞ എമർജൻസി ഫണ്ടും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങാനും മാർക്കറ്റ് ചിലപ്പോൾ താഴെ പോകും. ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു 3 മാസം കഴിയുമ്പോൾ 50% മാർക്കറ്റ് താഴെ പോകും. എനിക്ക് വളരെ വേസ്റ്റ് കേസ് സിറ്റുവേഷനിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല പൈസ ആവശ്യം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമർജൻസി ഫണ്ടിന് പൈസ എടുക്കാൻ പറ്റും. ഇതാണ് എമർജൻസി ഫണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ. എന്നിട്ട് ഈ 10,000 രൂപ ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അത് 10,000 രൂപേൻ്റെ പേരിൽ നമുക്കൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഫണ്ടുകൾ, ഒരു ഡിഫറെൻറ്റ് കോറിലേഷനുള്ള ഫണ്ടുകൾ ഇടണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പൈസ ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 10,000 രൂപ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെ 1 കോടി എത്തും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. ഇനി അതല്ല എല്ലാ വർഷവും 10,000 എന്നുള്ളത് ഓരോ 10% വെച്ച് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ വർഷം 10, പിന്നത്തെ 11, 12 അങ്ങനെ കൂട്ടിപ്പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് 20 വർഷം വേണ്ട 1 കോടി മതിയാവാനായിട്ട്. 16 വർഷം മതി. ഇതാണ് നമ്മൾ ഇത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ 1 കോടി എത്താനായിട്ട് 16 വർഷം എടുക്കുമെന്ന് പറഞ്ഞിട്ട് പലർക്കും വിഷമമായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ 20 വർഷം എടുക്കുന്നുള്ള വിഷമമായിരിക്കും. പക്ഷേ 1 കോടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് കിടക്കണം ഭയങ്കര സ്പീഡിലാണ്. കാരണം പിന്നെ ഓരോ 5 വർഷവും 1 കോടി എന്നുള്ളത് 2 കോടിയാവും. പിന്നത്തെ 5 വർഷം കൊണ്ട് 2 കോടി എന്നുള്ളത് ഏകദേശം ഒരു 4 കോടിയാവും. ഇത് 5 എന്നുള്ളത് ചിലപ്പോൾ 6 വർഷമൊക്കെ ആവാം. എന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ വെൽത്ത് അങ്ങോട്ട് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് എല്ലാവർക്കും 10,000 രൂപ 10,000 രൂപ വെച്ചിട്ട് നമ്മുടെ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാവുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ. ഇനി എൻ്റെ അടുത്ത് 10,000 രൂപ ഉള്ളൂ, ഇനി ഞാൻ പിന്നെ തുടങ്ങാം, എന്നെക്കൊണ്ട് തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണേക്കാളും ഭേദം ഇത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ഫിനാൻഷ്യലി വളരെ ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. വിൽ ട്രൈ ടു ആൻസർ. ഈ വീഡിയോ ഉപകാരപ്രദമായി ആയിരിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.